UDF സർക്കാരിന്റെ വമ്പൻ ഹിറ്റായ പ്രിയദർശിനി സൗജന്യ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കൂടെ പുതുതായിട്ട് ഒരു പദ്ധതി കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്, പിങ്ക് ബസ്. പിങ്ക് ബസ് വനിതകൾക്ക് വേണ്ടിയിട്ട് വൈകിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ സൗജന്യമല്ല, വനിതകൾക്ക് വൈകിട്ടുള്ള തിരക്കുള്ള സമയങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്ക് ബസ് യാത്ര ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വെറും 2 മാസമായിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി നടപ്പാക്കി വൻ കയ്യടിയാണ് അതിന് കിട്ടിയിരിക്കുന്നത്. നിരവധി വനിതാ യാത്രക്കാർ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ സർക്കാരിന് കുറച്ച് ബാധ്യതകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി ഈ പിങ്ക് ബസ് പദ്ധതി കൂടി വരുന്നതോടുകൂടി UDF സർക്കാർ ശരിക്കും സ്ത്രീപക്ഷ സർക്കാരായി മാറുകയല്ലേ? അല്ല, UDF സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ സ്ത്രീകളെ പ്രധാനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്രയാകട്ടെ, പെൺകുട്ടികൾക്ക് പ്രതിമാസം നൽകുന്ന 1000 രൂപ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന 1000 രൂപ ആകട്ടെ, ബാക്കി കാര്യങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി 2 പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്, അവിടെയും ഒരു സ്ത്രീയുടെ പേര്. പിന്നെ ഈ പദ്ധതി കിട്ടിയിരിക്കുന്ന സൗജന്യ യാത്ര കിട്ടിയിരിക്കുന്ന പേര് പ്രിയദർശിനി എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു ഇത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിജയിക്കുമോ, പരാജയപ്പെടുമോ എന്നൊക്കെ. എനിക്കും പല രീതിയിൽ, ഞാൻ ആദ്യം തുടക്കത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എതിർത്തിരുന്ന ഒരാളാണ്. പൂർണ്ണമായി അല്ലെങ്കിലും മാനദണ്ഡം വെക്കണം, സർക്കാർ ജീവനക്കാരൊന്നും ഈ ബസ്സിൽ കയറി സൗജന്യമായി പോകേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു എനിക്ക്. എന്നാൽ അത് മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ പാവപ്പെട്ടവളാണ് എന്ന് ഒരു സ്ത്രീ പല ആളുകളോട് പറയേണ്ടി വരുന്ന വളരെ മോശമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് ലോജിക്കലി കറക്റ്റ് ആണ്. പിന്നെ എനിക്ക് ഇപ്പോഴും പ്രിയദർശിനിയുമായിട്ടുള്ള ഒരു എതിർപ്പല്ല, ഒരു അഭിപ്രായമുള്ളത് എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ഒക്കെ പേ ചെയ്ത് പോകാൻ താല്പര്യമുണ്ട് ഒരു QR കോഡ്. കാര്യം മന്ത്രി CP ജോൺ ഇതിന് മുൻപ് പറഞ്ഞിരുന്നു, ഒരു QR കോഡ് സംവിധാനം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, ആർക്കെങ്കിലും സ്കാൻ ചെയ്യാൻ. കാര്യം ഒരിക്കലും ടിക്കറ്റ് ചോദിച്ചവർ വാങ്ങണ്ട, സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട് പോകട്ടെ. അത്തരം ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും ഈ കടത്തിൽ നിന്നൊക്കെ സർക്കാരിന് പൂർണ്ണമായി, അല്ലെങ്കിൽ എല്ലാവരും പൈസ നൽകുന്നല്ല, നൽകാൻ താല്പര്യമുള്ളവർക്ക് നൽകാം. 1 രൂപയാണെങ്കിലും സർക്കാരിന്റെ ബാധ്യത 1 രൂപ കുറയില്ലേ എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ പുതിയ പദ്ധതിയുമായി വരികയാണ് പിങ്ക് ബസ്. പരീക്ഷണാർത്ഥം തിരുവനന്തപുരം ജില്ലയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്താണ് ഇതുവരെ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിലാണ് ബസ് എന്ന് പറയുന്നത്. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു സ്വാഗതാർഹമായ പരിപാടിയാണ്. ഇതിന്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് സൗജന്യ യാത്ര നൽകുന്നില്ല, പിങ്ക് ബസ്സിൽ എന്തുകൊണ്ട് സൗജന്യ യാത്ര നൽകുന്നത്? ഒരു വശത്ത് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയപ്പോൾ പ്രശ്നമായിരുന്ന ആളുകൾ മറുവശത്ത് ചോദിക്കുന്നു, പിങ്ക് ബസ്സിൽ എന്തിനാണ് പൈസ സൗജന്യമായി നൽകുന്നില്ല? എല്ലാ ബസ്സുകളും സൗജന്യമായി മുന്നോട്ട് പോയാൽ KSRTC നഷ്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ തന്നെ സർക്കാർ ഫണ്ട് ചെയ്തിട്ടാണ് പ്രിയദർശിനി മുന്നോട്ട് പോകുന്നത്. ഇതിന് മറ്റൊരു ആരോപണം വരുന്നത് എന്താ വെച്ചാൽ, ഈ പ്രിയദർശിനി സൗജന്യ യാത്ര വമ്പിച്ച വിജയമാണെങ്കിൽ പോലും സർക്കാരിന് വൻ തിരിച്ചടിയാണെന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതിനെ പതുക്കെ പിങ്ക് ബസ് ഓടിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആ ഒരു പദ്ധതി നിലനിൽക്കുന്നുണ്ടല്ലോ, അതും വിജയകരമാകുമ്പോൾ ഈ പദ്ധതി പ്രിയദർശിനി സൗജന്യ യാത്ര പതുക്കെ അങ്ങ് നിലനിർത്താം, എന്നിട്ട് പിങ്ക് ബസ് പദ്ധതി മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം. പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ പിങ്ക് ബസ് ആണുള്ളത്, പക്ഷെ അത് ഫ്രീ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വൈകിട്ട് മാത്രത്തെ ഒതുക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്കാണ് നോക്കുന്നത്. അത്തരം കാര്യങ്ങൾ എന്നാണ് ആരോപിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും സർക്കാർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. 90 ദിവസം നമുക്കൊന്ന് നോക്കാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ 90 ദിവസം കഴിയുമ്പോൾ ഇത് നിർത്താമെന്നും സർക്കാർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിർത്തുമെന്നും സർക്കാർ പറഞ്ഞില്ല. പല കാര്യങ്ങൾക്കായിട്ട് സർക്കാർ ഫണ്ട് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കടം വാങ്ങുന്നുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നത് തന്നെയാണ് സർക്കാരിന്റെ ആദ്യം മുതലുള്ള നിലപാട്. എന്നാൽ പിങ്ക് ബസ് എന്ന് പറയുന്നത് ഇതുവരെയും അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത, എനിക്ക് തോന്നുന്നു മന്ത്രി തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടും തിരുവനന്തപുരത്ത് ഒരുപാട് ബസ് എന്നുള്ള പേര് മറ്റു സംസ്ഥാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ആശയമില്ല. അതായത് വൈകിട്ടുള്ള തിരക്കേറിയ സമയങ്ങളിൽ പിന്നെ ജോലിക്കാർക്കും മറ്റു വർക്ക് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്ക്, അതായത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബസ്സുകളിൽ റഷ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബസ് ഏർപ്പാട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അല്ല, കാര്യം തിരക്കുള്ള സമയമാണ്. നല്ല കാര്യം, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവർ, കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവർ, ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഒരു തട്ടലോ മുട്ടലോ, ഇപ്പൊ എല്ലാവരും തട്ടുന്ന ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം തട്ടുന്നു എന്നും പറയുന്നില്ല, എന്നാൽ പോലും പുരുഷന്മാരെ തട്ടലോ മുട്ടലോ ഉണ്ടാകുമ്പോൾ പല ആളുകൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, തിരക്കായതുകൊണ്ട് തട്ടിയതല്ലേ. നമ്മൾ പ്രതികരിക്കാൻ ശ്രമിച്ചാൽ പോലും
തിരക്കായതുകൊണ്ട് തട്ടിയതല്ല, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതാകില്ല, എന്നാൽ പോലും നമുക്കൊരു കംഫർട്ട് ഇല്ല അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് തോന്നുന്നു നമ്മൾ തിരിഞ്ഞു നിന്ന് പറയുകയാണെങ്കിൽ പറയും തിരക്കായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഭയം ഉണ്ടാകും. ഒരു ബസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം സിറ്റിയിലൊന്നും അത്രത്തോളം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്കൊരു ചിന്ത ഉണ്ടാവും, അയ്യോ ഇനിയിപ്പോ ഇപ്പം 3-4 സ്ത്രീകളെ ഉണ്ടാവും, അയ്യോ അവരവിടെ ഇറങ്ങിയ പിന്നെ ഞാൻ മാത്രമാകില്ല, ഇതിലിനി പുരുഷന്മാര് മാത്രമേ ഉണ്ടാകൂ. പക്ഷെ ഈ പുരുഷന്മാരും ഒന്നും ചെയ്യുമെന്നല്ല, നമ്മുടെ സംസ്ഥാനം അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ രീതികളും നിയമവ്യവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ട്രെയിനിൽ വെച്ച് പോലും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഭയമാണ്, എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഡ്രൈവറും കണ്ടക്ടറും കൂടി ഒരു മെയിലാണെങ്കിൽ നമുക്കുള്ളിലൊരു സമയം ഇരുട്ടുന്നു, അല്ലെങ്കിൽ ഇനി ഈ വണ്ടി പോകുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഈ വണ്ടി പോകുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ നമുക്ക് പിങ്ക് ബസിന്റെ ഒരു പ്രത്യേകത വനിതാ ഡ്രൈവറും കണ്ടക്ടറും വനിത തന്നെ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, ഈ ഇപ്പൊ രാത്രി തിരുവനന്തപുരത്താണല്ലോ ഇപ്പൊ ആദ്യം തുടങ്ങുന്നത്. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ ബസ്സിന് വേണമെങ്കിലും മെയിൻ സെൻട്രൽ സ്റ്റേഷനിലെത്തി ഇറങ്ങുന്നവർക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ 10:45 വരെ ആണ് ഈ രാത്രി സമയത്ത് സർവീസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒന്ന് RCC മെഡിക്കൽ കോളേജ് കണക്ട് ചെയ്തിട്ടുള്ള ബസ്സാണ്. സാധാരണഗതിയിലുള്ള ബസ്സുകൾ തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജ് RCC കണക്ട് ബസ്സുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലേക്ക് മെഡിക്കൽ കോളേജ് ഒരു ബസ് കിട്ടും, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടെ നിന്ന് RCCയിലേക്ക് പോകാൻ ഡയറക്റ്റ് ബസ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് കയറിയാൽ തമ്പാനൂർ RCC മെഡിക്കൽ കോളേജിലേക്കും ട്രെയിനിൽ വന്നിറങ്ങുന്നവർക്ക് പോകാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇത്തരം ബസ്സുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും, കൂട്ടിരിപ്പിനൊക്കെ വരുന്ന ജോലി കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. ടെക്നോ പാർക്ക് വരെ കഴക്കൂട്ടം വരെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്നോ പാർക്കിലെ ജീവനക്കാർക്കും ഇതൊരു ഉപകാരമായിരിക്കും. തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ തിരക്കുള്ള ബസ്സിലിടിച്ച് കയറും. ഇപ്പൊ സ്ത്രീകൾ മാത്രമാണെങ്കിൽ വലിയ രീതിയിലുള്ള പല രീതിയിലും സ്ത്രീകൾ മാത്രമാണെങ്കിൽ സംസാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നിരുന്നാൽ പോലും മറ്റൊരു തരം ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല, സ്ത്രീകൾക്ക് കംഫർട്ടായി പോകാനും പറ്റും. ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചപ്പോൾ ഏറ്റവും ഉണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളുടെ വൻ തിരിച്ചടി ഉണ്ടായെന്നാണ്. കാരണം പ്രൈവറ്റ് ബസ്സുകളിലെ കളക്ഷൻ കുറഞ്ഞു, ബസ്സുകൾ റൂട്ട് ഒന്നും ഓടാൻ പറ്റാത്ത അവസ്ഥയായി, അങ്ങനെയുള്ള ഒരു സംഭവമാണ് വന്നത്. അത് പ്രതിസന്ധിയിലാണ് എന്നുള്ള ഒരു കാര്യമാണ് വന്നത്. അതേപോലെ ഈ ഒരു പദ്ധതിക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം, ഇതൊരു അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു രാത്രികാല ബസ് എന്ന് പറയുമ്പോൾ, അതായത് വൈകിട്ടുള്ള സംഭവങ്ങളല്ല പറയുന്നത്, ഈ രാത്രി സമയങ്ങളിൽ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആൾക്കാർ മിക്കവാറും ആശ്രയിച്ചിരുന്നത് ഓട്ടോറിക്ഷകളായിരുന്നു. ആ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഓട്ടോറിക്ഷ, നമ്മൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ട്രെയിൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധി ഓട്ടോയിലാണ് പോകുന്നത്. ലേറ്റ് ആകുമ്പോൾ ബസ്സുകളുടെ സർവീസ് നിർത്തി കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പൊ എത്ര ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തുടക്കം നമുക്ക് പറയാം, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, തുടക്കത്തിൽ 1-2 ബസ്സൊക്കെ ഉണ്ടാകൂ, അതിനനുസരിച്ചൊന്നും പലരും നിൽക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്നാൽ സാധാരണക്കാരായ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും. പേടിക്കാതെ പോകുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മളൊന്ന് പേടിക്കാതെ പല ആളുകളും, നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ തന്നെ എല്ലാവരും അല്ല എന്നാൽ പോലും ഈ കാര്യം പറയുമ്പോൾ തന്നെ, ഈ രാത്രി സമയത്ത് ചിലപ്പോൾ ഒരു ലേഡി ഒറ്റയ്ക്കാണെങ്കിൽ, ഒരു വനിത വന്നിട്ട് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചു പോകുമ്പോൾ രാത്രി കുറച്ച് ദൂരെ ആണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാര്യം നമ്മളൊക്കെ അറിയാം, ഓട്ടോയിൽ വെച്ച് പോലും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത്തരമുള്ള ഭയങ്ങളൊക്കെ മാറ്റാൻ നല്ലതായിരിക്കും. സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് പ്രൈവറ്റ് ബസ്സുകളെയും ബാധിക്കും. 4:30 മണി സമയമാണ്, ആ ഒരു സമയത്ത് കളക്ഷൻ കിട്ടുന്ന സമയം. ആ ഒരു സമയത്ത് ഒരു വശത്ത് പ്രിയദർശിനി ഉണ്ട്, മറുവശത്ത് പിങ്ക് ബസ് കൂടി വരുമ്പോൾ അതൊരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇപ്പൊ തിരുവനന്തപുരം എടുത്തു പറയുമ്പോൾ ഈ പിങ്ക് ബസ്സിന് മന്ത്രി പറഞ്ഞിരിക്കുന്ന റൂട്ടിലേക്ക് ബസ്സുകൾ വളരെ കുറവാണ്. മെഡിക്കൽ കോളേജ് RCC ഒക്കെ പോവുമെങ്കിൽ പോലും അവിടെ നിന്ന് ടെക്നോ പാർക്ക് കഴക്കൂട്ട് ആ ഒരു അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സുകൾ കുറവാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു റൂട്ട് കുറവാണെന്നാണ്. ഇപ്പൊ ആറ്റിങ്ങൽ പോകുന്ന ബസ്സിൽ കയറിയ കഴക്കൂട്ടത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ കൊല്ലത്ത് പോകുന്ന ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റൂട്ടിൽ ബസ്സുകൾ കുറവാണ്. എന്നാലും ഇതിപ്പോ വലിയ രീതിയിലുള്ള പ്രശ്നം പ്രൈവറ്റ് ബസ്സുകൾക്കും ഉണ്ടാകും, ഓട്ടോറിക്ഷകൾക്കും തന്നെ. എന്നാൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ധൈര്യമായി കയറാൻ കഴിയും. ഇപ്പൊ ബാക്കി ഒരു KSRTC ബസ്സിലും ധൈര്യമായി കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ കഴിയില്ല എന്നല്ല, എന്നിരുന്നാൽ കൂടി അവർക്ക് ഒരു സമാധാനത്തോടു കൂടി പോകാനും, തിരക്കുകളുള്ള പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും, ആ ഒരു സമയത്ത് ഏറ്റവും സേഫ് ആയിട്ട് പോകേണ്ട. എന്തായാലും സർക്കാർ മുന്നോട്ട് വെച്ച ആശയം നല്ലതാണ്. പുലർച്ചെ 4 മണി മുതലും ആരംഭിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഷിഫ്റ്റ് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുലർച്ചെ 4 മണിക്ക് പിന്നെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പോകാൻ 8 മണി വരെ, രാവിലെ 8 മണി വരെ ഉള്ളൂ.
അപ്പൊ അതും ഈ സമയത്ത് സർവീസ് നടത്തുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. അല്ല, എന്തായാലും പുതിയ കുറെ ഐഡിയകൾ ഗതാഗത കൊണ്ടുവരുന്നുണ്ട്. വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ കയ്യിലുണ്ട്, പുതിയ സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രിയദർശിനി പോലും നടപ്പിലാകുമെന്ന് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അവിടെ നിന്നാണ് പുതിയ 1-2 ആശയങ്ങളുമായി വരുന്നത്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന, താല്പര്യമുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നില്ല ഇതും ഒരിക്കലും ഫ്ലോപ്പ് സ്ത്രീകളുടെ ആകാനുള്ള സംരക്ഷണം കൂടി മുൻനിർത്തിക്കൊണ്ട് ഇത് ഒരിക്കലും ഫ്ലോപ്പ് ആകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. കാര്യം വളരെ പിന്നെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ പദ്ധതികൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ ബസ് എത്തുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. എന്തായാലും പരീക്ഷണാർത്ഥം കുറച്ചോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ എന്താണെന്നുള്ളത് കിട്ടും.